നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യോനയുടെ അടയാളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അനന്തരം പരീശന്മാരും സാദൂക്യരും അടുക്കൽ വന്നു. ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോടവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്നും, രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളം അല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവർ അവരെ വിട്ടുപോയി. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ അടുക്കൽ പരീശന്മാരും ശാസ്ത്രിമാരുമൊക്കെ വന്നതായിട്ട് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. പരീശന്മാരും ശാസ്ത്രിമാരും ഏറെക്കുറെ തുല്യതയുള്ള ആളുകളാണ്. കാരണം അവർ വേദപുസ്തകത്തിലെ പല ഉപദേശ സത്യങ്ങളെയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. മനുഷ്യന് ആത്മാവുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, പുനരുത്ഥാനമുണ്ട്, ദൈവരാജ്യമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് പരീശന്മാർ. അതൊക്കെ പകർത്തി എഴുതുന്നവരാണ് ശാസ്ത്രിമാർ. അതുപോലെ അതൊക്കെ പഠിപ്പിക്കുന്നവരാണ് ശാസ്ത്രിമാർ. പരീശന്മാരും ശാസ്ത്രിമാരും ഒരുമിച്ച് പോകുന്നവരാണ്. പക്ഷേ സാധൂക്യരങ്ങനെയല്ല. സാധൂക്യർ പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല, സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല. അവർ ദുരുപദേശക്കാരാണ്. പക്ഷേ യേശുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ അവർ രണ്ടു കൂട്ടരും കൂടെ ഒക്കെയാണ്. യേശുവിനെ വിസ്തരിച്ച സമയത്ത് ഹെരോദാവും പീലാത്തോസും കൂടെ ഒന്നായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത പരീശന്മാരും സാധൂക്യരും യേശുവിനെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ, പിടിക്കുന്ന കാര്യത്തിൽ, കൊടുക്കുന്ന കാര്യത്തിൽ അവരൊന്നാകുകയാണ്. ഇത് എക്കാലത്തെ ഒരു സത്യമാണ്. പല മതക്കാരും തമ്മിൽ ചേരുകയില്ല, തമ്മിൽ ശത്രുക്കളാണ്. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ, സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ അവരൊന്നാണ്. ലോകത്തെല്ലായിടത്തും നമുക്കത് കാണാനായി സാധിക്കും. ലോകത്തിലെ സകല മതത്തിനും എതിരാണ് സുവിശേഷം. കാരണം സകല മതങ്ങളും പഠിപ്പിക്കുന്ന കർമാചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, വഴിപാടുകളാണ്, നോയമ്പുകളാണ്, ഭക്തിമാർഗമാണ്. നമ്മൾ നന്നായി ജീവിച്ചാൽ, നമ്മുടെ പരിശ്രമം കൊണ്ട്, നമ്മുടെ വഴിപാട് കൊണ്ട്, നമ്മുടെ നേർച്ച കൊണ്ട്, നമ്മുടെ ഉപവാസം കൊണ്ട്, നമ്മുടെ തീർത്ഥയാത്ര കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടും. ഇതാണ്. അതിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ചിലർ പടിഞ്ഞാട്ട് പോകണമെന്ന് പറഞ്ഞ് ചിലർ കിഴക്കോട്ട് പോകണം, ചിലർ വടക്കോട്ട് പോകണം, ചിലർ തെക്കോട്ട് പോകണമെന്ന് പറയുന്നു. ചിലർ വെജിറ്റേറിയൻ ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചിലർ നോൺ വെജിറ്റേറിയൻ ഇഷ്ടമാണെന്ന് പറയുന്നു. ചിലർ കാവി ഇഷ്ടമാണെന്ന് ദൈവത്തിന്, നമ്മൾ കാവി ധരിക്കുന്നത്. ചിലർ വെള്ള ധരിക്കണമെന്ന് പറയും, ചിലർ പച്ച ധരിക്കണമെന്ന് പറയുന്നു, ചിലർ മഞ്ഞ ധരിക്കണമെന്ന് പറയുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഉടയിലും നടയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും ദൈവത്തിന് പണം കൊടുക്കണം, ദൈവത്തിന് നിവേദ്യം കൊടുക്കണം, അല്ലെങ്കിൽ ദൈവം ആലയങ്ങളിൽ വസിക്കുന്നവനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭക്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പശ്ചാത്താപം കൊണ്ട്, അനുതാപം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി സാധിക്കും എന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. എന്നാൽ സുവിശേഷം അതിനെതിരാണ്. ദൈവം ഒരു കെട്ടലിൽ വസിക്കുന്നില്ല. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ ശരീരത്തിലാണ്. അല്ലെങ്കിൽ ആരുടെയെല്ലാം മനുഷ്യ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ അവരൊരുമിച്ച് ചേരുന്ന
സ്ഥലത്ത്, അത് മരച്ചുവട്ടിലാകാം, വീട്ടിലാകാം, അല്ലെങ്കിൽ ഒരു ഹാളിലാകാം, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലാകാം, അല്ലെങ്കിൽ കപ്പലിലാകാം, വിമാനത്തിലാകാം. ദൈവമുള്ള ആളുകൾ ഒരുമിച്ച് ആരാധനയ്ക്കായി കൂടുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യമുണ്ട്. ഇതാണ് വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി നമ്മുടെ നരകം ഏറ്റ് രക്ഷാമാർഗം ഒരുക്കിയ യേശു. ആ യേശുവാണ് രക്ഷിതാവ്. യേശുവിലാണ് നമ്മുടെ രക്ഷ. യേശുവിനെ രക്ഷകനായി, ഇടയനായി, വഴികാട്ടിയായി, മധ്യസ്ഥനായി സ്വീകരിക്കുന്ന ആളുകളിൽ ദൈവം പ്രസാദിക്കുകയാണ്. മാത്രവുമല്ല, ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചാലല്ല, ഒരു പുരുഷായുസ് മുഴുവൻ കർമ്മങ്ങൾ ചെയ്താലല്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളാകാം, സ്വർഗാവകാശികളാകാം എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ മതങ്ങളുമായി വലിയ ധ്രുവസമാനമായ വ്യത്യാസം സുവിശേഷത്തിനുണ്ട്. ഒരായുസ് മുഴുവൻ അധ്വാനിക്കണം എന്ന് മാത്രമല്ല, മരണശേഷം ബന്ധുക്കളും കൂടെ അധ്വാനിച്ചാലേ സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമുക്ക് വേണ്ടി നരകമേറ്റ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ സ്വർഗാവകാശിയാകാം, ദൈവമകനാകാം, ദൈവമകളാകാം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷം. അതാണ് സുവിശേഷം, അതാണ് നല്ല വാർത്ത. ഇത് അംഗീകരിച്ചു തരാൻ മതങ്ങൾക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ മതങ്ങളൊക്കെ ഒന്നാകുന്നത്. സുവിശേഷക്കാരെ കെട്ടുകെട്ടിക്കാൻ, സുവിശേഷക്കാരെ ഉപദ്രവിക്കാൻ, സുവിശേഷക്കാരെ കൊലവിളിക്കാൻ വ്യത്യസ്ത ചിന്താഗതിയുള്ള മതങ്ങളൊക്കെ ഒന്നാകുകയാണ്. അത് ലോകത്ത് നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവ പീഡ നടന്ന സ്ഥലങ്ങളിലൊക്കെ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പരീശന്മാരും സാദൂക്യരും ഉപദേശത്തിൽ അജഗജാന്തര വ്യത്യാസമുള്ള ഈ രണ്ടാളുകൾ യേശുവിനെ കൊടുക്കാൻ വേണ്ടി അടുത്തു വന്ന് ചോദിക്കുകയാണ്, ആകാശത്തുനിന്ന് ഒരു അടയാളം കാണിച്ചു തരാമോ? യേശു കടലിന് മീതെ നടന്നു, അത് മതി. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, അത് മതി വിശ്വസിക്കാൻ. യേശു 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചു, അത് മതി വിശ്വസിക്കാൻ. യേശു പ്രജാതി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകി, അത് മതി വിശ്വസിക്കാൻ. യേശു വെള്ളത്തെ വീഞ്ഞാക്കി, അത് മതി. യേശു ക്രിസ്തു സകല രോഗികൾക്ക് സൗഖ്യം നൽകി, അത് മതി വിശ്വസിക്കാൻ. യേശു കടലിന്റെ മീതെ നടന്നു, അത് മതി വിശ്വസിക്കാൻ. പക്ഷേ ഇവർ പറയുകയാണ്, ആകാശത്തിൽ ഒരു അടയാളം കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഒരുപക്ഷെ അവർ പറയാൻ ഒരു കാരണം കണ്ടേക്കാം. കാരണം ദാനിയേലിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രൻ സദൃശനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്ന് ദാനിയേൽ പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ആകാശത്തിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഇറങ്ങി വരും എന്ന് ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം പിശാച് 40 ദിവസം യേശു, അതായത് ഉപവാസം എടുത്ത ശേഷം യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താൻ യേശുവിനോട് പറഞ്ഞത്, നീ ദേവാലയ അഗ്രത്ത് നിന്ന് താഴേക്ക് ചാടിയാൽ ദൂതന്മാർ നിന്നെ കൈ താങ്ങിക്കൊള്ളും. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ മനുഷ്യപുത്രനോട് സദസ്യനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കാണുമെന്നുള്ള ആ വാക്യം അങ്ങനെ നിറവേറുകയും ചെയ്യുമല്ലോ, ആളുകൾ നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ എന്ന് ആയിരിക്കാം സാത്താൻ കരുതിയത്. ഇവിടെ ഇതുതന്നെ ആയിരിക്കാം ഈ പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ പറയുന്നത്, നീ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശത്തിലേക്ക് പോയിട്ട് ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാനൊക്കെ ഇടയായാൽ അത് ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു വാക്യത്തിൻ്റെ നിവൃത്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാമെന്നൊക്കെ ആയിരിക്കാം അവർ കരുതിയത്. പക്ഷേ യേശു അവരുടെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് തയ്യാറായില്ല. യേശു അവരോട് പറയുകയാണ്, ആകാശത്തിൽ ധാരാളം അടയാളങ്ങൾ ഇപ്പം തന്നെ കാണുന്നുണ്ട്. രാവിലെ യേശു അവരോട് പറയുകയാണ്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നുവെന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? യേശു പറഞ്ഞത് ഈ ലോകം അവസാനിക്കാറായി എന്നുള്ളതിൻ്റെ പല അടയാളങ്ങളും ഇപ്പം തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് എന്താ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പറഞ്ഞത് എന്താണ്? കാലം തികഞ്ഞു,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സുബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അധികം കാലമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന ആളാണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. യേശു അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോന കടലാന്റെ വയറ്റ് 3 രാവ് 3 പോലെ ഇരുന്നത് പോലെ താൻ ഇരിക്കുന്ന കാര്യമാണ് യേശു ഉദ്ദേശിച്ചത്. തൻ്റെ അടക്കം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇത് പ്രസംഗിക്കപ്പെടാനിടയാകും. അപ്പോൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഭാഗ്യം. അതാണ് യേശു പറഞ്ഞത്. പക്ഷേ യോനയുടെ അടയാളം എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊന്നും ചോദിക്കാനോ വിശ്വസിക്കാനോ പരീശന്മാരും സദൂക്കരും തയ്യാറായില്ല. അവർ വന്നതുപോലെ തിരിച്ചു പോകാൻ ഇടയായി തീർന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന പലരും തിരിച്ചു പോകാൻ, വന്നതുപോലെ പോകാൻ ഇടയായിട്ടുണ്ട്. ദൈവം മനുഷ്യനായി തീർന്ന് അവൻ്റെ വാക്കുകൾ കേട്ട് അവനെ തൊട്ട് അവനോട് കൂടെ ഇരുന്നിട്ടും നരകത്തിലേക്ക് പോകാൻ, ആ കുരിശിലെ മറ്റേ കള്ളനെ പോലെ നരകത്തിലേക്ക് പോകാനാണ് ഇടയാകുന്നതെങ്കിൽ അവരെപ്പോലെ ഹതഭാഗ്യർ വേറെ ആരാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.